നമസ്കാരം. എല്ലാവർക്കും രാഹുലിന്റെ PSC SSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ഫാക്ട് അബൌട്ട് ഇന്ത്യ എന്ന ടോപ്പിക്കിലെ ആസാം സംസ്ഥാനത്തെ കുറിച്ചാണ്. ആസാം, ദ ലാൻഡ് ഓഫ് ബ്ലൂ ഹിൽസ്. നമുക്ക് നോക്കാം ആസാമിനെ അറിയപ്പെടുന്ന മറ്റ് സവിശേഷതകൾ. ആസാം അറിയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് ലാൻഡ് ഓഫ് ബ്ലൂ ഹിൽസ്. ലാൻഡ് ഓഫ് ബ്ലൂ ഹിൽസ്, ലാൻഡ് ഓഫ് ബ്ലൂ ഹിൽസ് എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് ഗേറ്റ് വേ ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അറിയപ്പെട്ട മറ്റൊരു പേരാണ് ടി ഷേപ്ഡ് സ്റ്റേറ്റ്. ടി ഷേപ്ഡ് സ്റ്റേറ്റ്, ടി ഷേപ്ഡ് സ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ടി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ടി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നു. ടി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ്? ലാൻഡ് ഓഫ് ബ്ലൂ ഹിൽസ് എന്നറിയപ്പെട്ടു, ഗേറ്റ് വേ ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു, ടി ഷേപ്ഡ് സ്റ്റേറ്റ് ആണ്, അതുപോലെ തന്നെ ടി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ടി സ്റ്റേറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ആസാമാണ് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ. ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ, ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം. ലാൻഡ് ഓഫ് ബ്ലൂ ഹിൽസ്, ഗേറ്റ് വേ ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, ടി ഷേപ്ഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ടി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. പിന്നെ പറഞ്ഞത് ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് ടീ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം. ശരി, ആസാമിന്റെ പഴയ പേരാണ് കാമരൂപ. കാമരൂപ, ആസാമിന്റെ പഴയ പേരാണ് കാമരൂപ. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു പിൽഗ്രിം സെന്റർ ഉണ്ട്. ഒരു ഹിന്ദു പിൽഗ്രിം സെന്റർ, അതാണ് കാമാഖ്യ. കാമാഖ്യ ടെമ്പിൾ. കാമാഖ്യ ടെമ്പിൾ എവിടെയാണ്? ആസാമിലാണ് കാമാഖ്യ ടെമ്പിൾ. ഈ കാമാഖ്യ ടെമ്പിളാണ് അസുബാഷി ഫെസ്റ്റിവൽ. അസുബാഷി ഫെസ്റ്റിവൽ, അസുബാഷി ഫെസ്റ്റിവൽ എവിടെയാണ്? കാമാഖ്യ ടെമ്പിളിലാണ്. ശരി, ഇനിയൊരു ഹോളിയസ്റ്റ് പ്ലേസ് ആണ് ഹാജോ. ഇനിയൊരു ഹോളിയസ്റ്റ് പ്ലേസ് ആണ് ഹാജോ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഹാജോയിലാണ് ഹിന്ദു, മുസ്ലിം ആൻഡ് ബുദ്ധിസ്റ്റ് ഇവരുടെ 3 പേരുടെയും ഹോളിയസ്റ്റ് പ്ലേസ്. ഹാജ് എന്താണ്? ഹിന്ദു, മുസ്ലിം ആൻഡ് ബുദ്ധിസ്റ്റ് ഇവരുടെ 3 പേരുടെയും ഹോളിയസ്റ്റ് പ്ലേസ് ആണ് ഹാജോ. നമുക്ക് നോക്കാം ആസാമിന്റെ മറ്റ് പ്രത്യേകതകളെ കുറിച്ച്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് ആസാം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ആസാം. മോസ്റ്റ് പോപ്പുലേറ്റഡ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്. മോസ്റ്റ് പോപ്പുലേറ്റഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. അടുത്തതാണ് ഹയസ്റ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഹയസ്റ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. ഏറ്റവും കൂടുതൽ മാതൃ മരണ നിരക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ആസാമിലാണ്. അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ഡേ ആദ്യമായി ആചരിച്ച സംസ്ഥാനവും ആസാമാണ്. ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ഡേ ആദ്യമായി ആചരിച്ച സംസ്ഥാനവും ആസാമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് കോർപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി വന്നത് ആസാമിലാണ്. ഫസ്റ്റ് കോർപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി വന്നത് ആസാമിലാണ്. അതുപോലെ തന്നെ ജാപ്പി
ഉപയോഗിക്കുന്നത് ആസാമിലാണ്. ജാപ്പി ക്യാപ്സ് ഉപയോഗിക്കുന്നത് ആസാമിലാണ്. അപ്പം മോസ്റ്റ് പോപ്പുലേറ്റഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ് ആസാം. അതുപോലെ തന്നെ ഹയസ്റ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കാണിച്ച സംസ്ഥാനമാണ് ആസാം. ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ഡേ ആദ്യമായി ആചരിച്ച സംസ്ഥാനമാണ് ആസാം. ഫസ്റ്റ് കോർപ്പറേറ്റ് യൂണിവേഴ്സിറ്റി വന്ന സംസ്ഥാനമാണ് ആസാം. അതുപോലെ ജാപ്പി ക്യാപ്സ് യൂസ് ചെയ്യുന്നത് ആസാമിലാണ്. ശരി, നമുക്ക് നോക്കാം ആസാം റൈഫിൾസിനെ കുറിച്ച്. ആസാം റൈഫിൾസ് നോക്കിയോണേ. 1835 ആസാം റൈഫിൾസ് നിലവിൽ വരുന്നത്. എന്താണ് പ്രത്യേകത? ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ആസാം റൈഫിൾസ്. ഫസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ്, ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ഏത്? ആസാം റൈഫിൾസ്. അതുപോലെ ഇതിനെ കച്ചാർ ലെവി എന്ന് വിളിച്ചിരുന്നു. കച്ചാർ ലെവി എന്ന് വിളിച്ചിരുന്നു മുമ്പ്. കച്ചാർ ലെവി എന്ന് വിളിച്ചിരുന്നു. മാത്രമല്ല ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷില്ലോങ്ങിലാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷില്ലോങ്ങിലാണ്. നോക്കിയാണേ, ആസാം റൈഫിൾസ് 1835 വരുന്നത്. ഇന്ത്യയുടെ തന്നെ ഫസ്റ്റ് പാരാമിലിറ്ററി ഫോഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ കച്ചാർ ലെവി എന്ന സ്ഥലത്താണ് വന്നത്. അതുകൊണ്ട് കച്ചാർ ലെവി എന്ന് അറിയപ്പെട്ടിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് ഷില്ലോങ് ആണ്. എവിടെയാണ് ഷില്ലോങ്? മേഘാലയ. ഷില്ലോങ് എവിടെയാണ്? മേഘാലയ. ശരി, നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് തിരിച്ചു വരാം ആസാമിന്റെ മറ്റു പ്രത്യേകതകൾ നോക്കാൻ. ആസാമാണ് GST അമെൻഡ്മെന്റ് ബില്ല് ആദ്യമായി അപ്രൂവ് ചെയ്തത്, അംഗീകരിച്ചത്. GST ബില്ല് ആദ്യമായിട്ട് അപ്രൂവ് ചെയ്തത്, ഫസ്റ്റ് അപ്രൂവ്ഡ് സ്റ്റേറ്റ് ആണ് ആസാം. GST ബില്ല് ഫസ്റ്റ് അപ്രൂവ്ഡ് ആണ് ആസാം. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇന്ത്യയുടെ സമയത്തെക്കാളും 1 മണിക്കൂർ മുമ്പേ സമയം കണക്കാക്കും എന്ന് തീരുമാനിച്ച സംസ്ഥാനമാണ് ആസാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും 1 മണിക്കൂർ മുൻപേ കണക്കാക്കും എന്ന് തീരുമാനിച്ച സംസ്ഥാനവും ആസാമാണ്. അതുപോലെ തന്നെ അഹം ഡൈനാസ്റ്റി ആസാമിലായിരുന്നു. അതുപോലെ തന്നെ ആസാമാണ് ആദ്യമായിട്ട് റൈനോസിറോസ് ഹോൺ വെർട്ടിഫിക്കേഷൻ കമ്മിറ്റി കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനവും ആസാമാണ്. അതുപോലെ തന്നെ മൂഗ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആസാമാണ്. നോക്കിയാണേ, GST അമെൻഡ്മെന്റ് ബില്ല് ആദ്യമായി അപ്രൂവ് ചെയ്ത സംസ്ഥാനം ആസാമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനേക്കാളും 1 മണിക്കൂർ മുൻപേ സമയം കണക്കാക്കുമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ആസാമാണ്. അഹം ഡൈനാസ്റ്റി ആസാമിലായിരുന്നു. റൈനോസിറോസ് ഹോൺ വെർട്ടിഫിക്കേഷൻ കമ്മിറ്റി ആസാമാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതുപോലെ മൂഗ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആസാമിലാണ്. നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോണ മജൂലി ഐലൻഡിനെ കുറിച്ചാണ്. മജൂലി ഐലൻഡ് നോക്കാം. മജൂലി ഐലൻഡ് ബ്രഹ്മപുത്ര റിവറിലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് മജൂലി ഐലൻഡ്. നോക്കിയാണേ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആണ് മജൂലി ഐലൻഡ്. ലാർജസ്റ്റ് റിവർ ഐലൻഡ് ഇൻ ഏഷ്യ.
ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആണ് മജൂലി ഐലൻഡ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ആണ് മജൂലി ഐലൻഡ്. ഇന്ത്യയുടെ ആദ്യത്തെ ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ആണ് മജൂലി ഐലൻഡ്. അപ്പൊ ബ്രഹ്മപുത്ര നദിയിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റിവർ ഐലൻഡ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഐലൻഡ് ഡിസ്ട്രിക്റ്റ് ആണ് ഏത്? മജൂലി ഐലൻഡ്. ശരി, നമുക്ക് നോക്കാം. ആസാമിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കിനെ പറ്റി. നാഷണൽ പാർക്ക് ഒന്നാണ് കാസിറംഗ നാഷണൽ പാർക്ക്. കാസിറംഗ നാഷണൽ പാർക്ക്. അവിടുത്തെ പ്രധാനപ്പെട്ട അനിമലാണ് വൺ ഹോൺഡ് റൈനോ. വൺ ഹോൺഡ് റൈനോ. ആസാമിലെ ഒഫീഷ്യൽ അനിമലും വൺ ഹോൺഡ് റൈനോസറസ് ആണ്. അപ്പം കാസിറംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഒറാങ് നാഷണൽ പാർക്ക്. ഒറാങ് നാഷണൽ പാർക്ക്. ഒറാങ് നാഷണൽ പാർക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിനി കാസിറംഗ. മിനി കാസിറംഗ എന്നറിയപ്പെടുന്നു. മിനി കാസിറംഗ എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്കാണ് ഒറാങ് നാഷണൽ പാർക്ക്. മിനി കാസിറംഗ എന്നറിയപ്പെടുന്നു. മാത്രമല്ല ഇന്ത്യയുടെ 49ാമത് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയുടെ 49ാമത് ടൈഗർ റിസർവ് ആണ്. ഇന്ത്യയുടെ 49ാമത് ടൈഗർ റിസർവ് ആണ് ഒറാങ് നാഷണൽ പാർക്ക്. ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് നാമേരി നാഷണൽ പാർക്ക്. നാമേരി നാഷണൽ പാർക്ക്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു നാഷണൽ പാർക്കാണ് മാനസ്. മാനസ് നാഷണൽ പാർക്ക്. മാനസ് നാഷണൽ പാർക്ക് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ റോയൽ ബംഗാൾ ടൈഗർ അവിടെയാണ്. അവിടെ റോയൽ ബംഗാൾ ടൈഗറിനാണ് ഫേമസ്. റോയൽ ബംഗാൾ ടൈഗറിനാണ് ഫേമസ്. അപ്പൊ കാസിറംഗ നാഷണൽ പാർക്ക് വൺ ഹോൺഡ് റൈനോയാണ് അവിടെ ഉള്ളത്. ഒറാങ് നാഷണൽ പാർക്ക് മിനി കാസിറംഗ അറിയപ്പെടുന്നു. 49ാമത് ടൈഗർ റിസർവ് ആണ്. അതുപോലെ തന്നെ നാമേരി നാഷണൽ പാർക്ക് അവിടെയാണ്. മാനസ് നാഷണൽ പാർക്ക് എവിടെയാണ്? റോയൽ ബംഗാൾ ടൈഗർ ആണ്. അതിന് പ്രസിദ്ധമാണ്. കഴിഞ്ഞില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് ദിബ്രു സൈഖോവ. ദിബ്രു സൈഖോവ. ദിബ്രു സൈഖോവ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ തന്നെ സ്മാളസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ്. ഇന്ത്യയുടെ സ്മാളസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ്. സ്മാളസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ശരി, നമുക്ക് നോക്കാം. ആസാമിലെ പ്രധാനപ്പെട്ട തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷൻ രണ്ടെണ്ണമുണ്ട്. ഒന്ന് ചന്ദ്രാപൂർ. ചന്ദ്രാപൂർ തെർമൽ പവർ സ്റ്റേഷൻ. ചന്ദ്രാപൂർ തെർമൽ പവർ സ്റ്റേഷൻ. മറ്റൊന്നാണ് നാംരൂപ് തെർമൽ പവർ സ്റ്റേഷൻ. ഒന്നെന്താണ് ചന്ദ്രാപൂർ തെർമൽ പവർ സ്റ്റേഷനും പിന്നൊന്നാണ് നാംരൂപ് തെർമൽ പവർ സ്റ്റേഷനും. നമുക്കിനി അടുത്ത് നോക്കാം ഗുവാഹട്ടിയെ കുറിച്ച്. നമ്മൾ അടുത്ത് നോക്കാമാണ് ഗുവാഹട്ടിയെ കുറിച്ചാണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട് ഗുവാഹട്ടിയെ പറ്റി പറയാൻ. ഗുവാഹട്ടിയെ കുറിച്ച് പറയാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെയാണ് ലാർജസ്റ്റ് സിറ്റി ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. ലാർജസ്റ്റ് സിറ്റി ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സിറ്റിയാണ് ഗുവാഹട്ടി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സിറ്റിയാണ് ഗുവാഹട്ടി. അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് അറിയപ്പെടുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ
ഒഫീഷ്യൽ അനിമൽ കൊണ്ടുവരുന്ന ആദ്യ സിറ്റിയും ഗുവാഹട്ടിയാണ്. ഒഫീഷ്യൽ അനിമൽ കൊണ്ടുവരുന്ന ആദ്യ സിറ്റിയും ഗുവാഹട്ടിയാണ്. ഡോൾഫിൻ ആയിരുന്നു. ഡോൾഫിൻ ആണ്. ഡോൾഫിൻ ഒഫീഷ്യൽ അനിമൽ കൊണ്ടുവരുന്ന ആദ്യ സിറ്റിയും ഗുവാഹട്ടിയാണ്. ഡോൾഫിൻ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു എയർപോർട്ട് ഉണ്ട്. എയർപോർട്ട് അതാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട്. ലോകപ്രിയ ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പം ആസാമിലെ എയർപോർട്ട് ഏതെന്ന് വെച്ചാലും ലോകപ്രിയ ഗോപിനാഥ് ബർദോളി ഇന്റർനാഷണൽ എയർപോർട്ട്. ഈ ഗോപിനാഥ് ബർദോളിയാണ് ആസാമിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ. ശരി, ഗുവാഹട്ടിയിലെ ബാക്കി പോയിന്റ്സ് നോക്കാം. ലൈറ്റ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നു. ലൈറ്റ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഗുവാഹട്ടി ഹൈക്കോർട്ട് ഉണ്ട്. ഗുവാഹട്ടി ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അധികാര പരിധിയുള്ള ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അധികാര പരിധിയുള്ള ഹൈക്കോടതിയാണ് ഗുവാഹട്ടി ഹൈക്കോടതി. 4 സംസ്ഥാനങ്ങൾക്കുണ്ട്. 4 സംസ്ഥാനങ്ങൾക്ക്: അരുണാചൽ പ്രദേശില്, ആസാം, പിന്നെ മിസോറാമും, അതുപോലെ തന്നെ നാഗാലാൻഡ്. അരുണാചൽ പ്രദേശ്, ആസാം, മിസോറാം, നാഗാലാൻഡ് എന്നീ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള ഹൈക്കോടതിയാണ് ഗുവാഹട്ടി ഹൈക്കോടതി. ഈ ഗുവാഹട്ടിയുടെ പഴയ പേരാണ് പ്രജ്യോതിഷ്പുര എന്നറിയപ്പെടുന്നു. ഗുവാഹട്ടിയുടെ പഴയ പേരാണ് പ്രജ്യോതിഷ്പുര. ശരി, നമുക്ക് നോക്കാം ആസാമിന്റെ പ്രധാനപ്പെട്ട ഭാഷകൾ. ബോഡോയും ആസാമീസുമാണ്. ആസാമിലെ പ്രധാനപ്പെട്ട ലാംഗ്വേജസ് ആയിട്ട് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട പറയേണ്ടതാണ് ഓയിൽ റിഫൈനറീസ്. ഓക്കെയാണേ. ഒന്നാമത്താണ് ദിഗ്ബോയ് ഓയിൽ റിഫൈനറി. എന്താണ് പ്രത്യേകത? ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് റിഫൈനറിയാണ് ദിഗ്ബോയ് ഓയിൽ റിഫൈനറി. ഓൾഡസ്റ്റ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓയിൽ റിഫൈനറിയാണ് ദിഗ്ബോയ് ഓയിൽ റിഫൈനറി. മറ്റൊരെണ്ണമുണ്ട് നുമലിഗഡ് ഓയിൽ റിഫൈനറി. അതും ആസാമിലെ തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം മറ്റൊരു പ്രമുഖ വ്യക്തിയെ നോക്കാം. സെയ്ദ് അൻവർ തൈമൂർ. ആസാമിലെ ആദ്യത്തെ വുമൺ ചീഫ് മിനിസ്റ്റർ ആണ് സെയ്ദ് അൻവർ തൈമൂർ. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യ മുസ്ലിം ചീഫ് മിനിസ്റ്റർ ആണ് സെയ്ദ് അൻവർ തൈമൂർ. ശരി, ഇതോടുകൂടി ആസാമിന്റെ സ്ട്രാറ്റജിക്ക് എല്ലാം കഴിയുന്നു. താങ്ക് യു.